ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ബിയോണ്ട് ഫിയർ ലിറ്റിൽ ഹാൻഡ്സ് ആൻഡ് ബിഗ് കറേജ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ദ ഫയർമാൻ ഗേവ് ആൻ അവാർഡ് ടു ദിൽന. ഫയർമാൻ ദിൽനയ്ക്ക് എന്ത് കൊടുത്തു? ഒരു അവാർഡ് കൊടുത്തു അല്ലേ. ഷി ബിക്കെയിം വെരി ഹാപ്പി. അവൾ എന്തായി കൂട്ടുകാരെ? വളരെയധികം സന്തോഷത്തിലായി. ഷി റോഡ് ഹെർ ഫീലിങ്സ് ഇൻ ഹെർ ഡയറി. വാട്ട് വുഡ് ബി ഹെർ ഡയറി എൻട്രി? അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? അവളുടെ ഫീലിങ്സ് അവളുടെ ഡയറിയിൽ എഴുതുകയാണ്. വാട്ട് വുഡ് ബി ഹെർ ഡയറി എൻട്രി? എന്തായിരിക്കും അവളുടെ ഡയറി എൻട്രിയിൽ എഴുതിയിട്ടുണ്ടാവുക എന്നാണല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആ ഡയറി നമ്മളോട് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഡയറി. ഒരു ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം കൂട്ടുകാരെ? യെസ്, കോർണറിലായിട്ട് നമ്മൾ എന്ത് എഴുതണം? ഡേറ്റും ഡേയുമായി എഴുതണം അല്ലേ. യെസ്, നമുക്ക് നോക്കാം. 25 ജൂൺ 2025 മൺഡേ. നെക്സ്റ്റ് ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഐ ബിക്കെയിം എ റിയൽ ഹീറോ ടുഡേ. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ എഴുതാം കൂട്ടുകാരെ? യെസ്, നെക്സ്റ്റ് നമുക്ക് എഴുതാം. ഐ സേവ്ഡ് മൈ മദർ വിത്ത് ഹെൽപ്പ് ഓഫ് ഫയർമാൻ. ഐ വാസ് പ്ലേയിങ് വിത്ത് മൈ ബ്രദർ ഇൻ ദ ബാക്ക് യാർഡ്. ഞാൻ എന്താണ്? ഫയർമാൻ്റെ സഹായത്തോടു കൂടി എൻ്റെ അമ്മയെ രക്ഷിച്ചു. ദെൻ ഐ വാസ് പ്ലേയിങ് വിത്ത് മൈ ബ്രദർ ഇൻ ദ ബാക്ക് യാർഡ്. വീടിൻ്റെ പുറകു വശത്ത് ഞാൻ എൻ്റെ ബ്രദറിനോടൊപ്പം കളിക്കുകയായിരുന്നു. അപ്പോൾ എന്താ ഉണ്ടായത് കൂട്ടുകാരെ? മഴ പെയ്യാൻ തുടങ്ങിയല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം. ഇറ്റ് വാസ് അബൌട്ട് റെയിൻ. വി ക്വിക്ക്ലി റാൻ ടു ദ കിച്ചൺ ആൻഡ് ഗ്രാബ്ഡ് കുക്കീസ്. മൈ ബ്രദർ ഐസക് കോൾഡ് ദ മദർ ബട്ട് ദർ വാസ് നോ റിപ്ലൈ. അമ്മ എന്താണ്? ബ്രദർ അമ്മയെ വിളിച്ചു, പക്ഷേ മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് നെക്സ്റ്റ് സെൻറ്റൻസ് ആയിട്ട് നമുക്ക് എഴുതാം. വി വെൻറ്റ് ടു ദ ലിവിങ് റൂം. ഷീ വാസ് ലേയിങ് ഓൺ ദ ഫ്ലോർ. ഞങ്ങൾ ലിവിങ് റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ അമ്മ നിലത്ത് കിടക്കുകയായിരുന്നു. ഐ കോൾഡ് ഹെർ ആൻഡ് ഷുക്ക് ഹെർ ജെന്റ്ലി. ഞാൻ അമ്മയെ വിളിച്ചു എന്ന് പതുക്കെ കുലുക്കി. ഷീ ഡിഡിൻറ്റ് മൂവ്. പക്ഷേ അമ്മ എഴുന്നേറ്റില്ല. ഐ വാസ് സ്കെയർഡ്. ഞാൻ പേടിച്ചു പോയി. ബട്ട് ഐ സ്റ്റേഡ് കാം. പക്ഷെ ഞാൻ എന്താണ്? ശാന്തയായിട്ട് നിന്നു. ദെൻ ഐ കോൾഡ് 101, ദ എമർജൻസി നമ്പർ, ദ ഫയർ സ്റ്റേഷൻ ടു ദ ഫയർ സ്റ്റേഷൻ. ഫയർ സ്റ്റേഷനിലെ എമർജൻസി നമ്പറായ 101ലേക്ക് ഞാൻ വിളിച്ചു. സഡൻലി ദ ഫയർമാൻ കെയിം ആൻഡ് ഹെൽപ്ഡ് മൈ മദർ ടു വേക്ക് അപ്പ്. സഡൻലി പെട്ടെന്ന് ആര് വന്നു? യെസ്, ഫയർമാൻ വന്ന് അമ്മയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി സഹായിച്ചു. ദേ അപ്രീഷിയേറ്റഡ് മീ ആൻഡ് സെഡ്. അവർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? യു ആർ ദ റിയൽ ഹീറോ. നീയാണ് യഥാർത്ഥത്തിൽ ഹീറോ. അറ്റ് ദാറ്റ് ടൈം ഐ ബിക്കെയിം വെരി ഹാപ്പി. ആ സമയത്ത് ഞാൻ വളരെയധികം സന്തോഷത്തിലായി. ഐ റിയലൈസ്ഡ് ദാറ്റ് ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ വി ക്യാൻ കോൾ 101 ആസ് മൈ ഗ്രാൻഡ് മദർ സെഡ്. മുത്തശ്ശി പറഞ്ഞതുപോലെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ 101ലേക്ക് വിളിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ റിയലൈസ് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ. ഷീ ടോട്ട് മീ എ ഗ്രേറ്റ് ലെസൺ. അവരെന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചു. താങ്ക്സ് ഫോർ ഓൾ. ഗുഡ് നൈറ്റ്. എല്ലാത്തിനും നന്ദി. ഗുഡ് നൈറ്റ് എന്ന് പറയുകയാണ് അല്ലേ. ഗുഡ് നൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലൊരു ഡയറി എൻട്രി എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടേതായ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾ ഡയറി എഴുതുമല്ലോ. ഓക്കെ, ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് ചെക്ക് വെദർ ദേ ആർ ട്രൂ ഓർ ഫോൾസ്. കളർ ദ അപ്രോപ്രിയേറ്റ് ബോക്സസ്. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, നമുക്ക് കുറേ സെൻറ്റൻസുകൾ നൽകിയിട്ടുണ്ട്. അവ ശരിയായതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കളർ ചെയ്യണം അല്ലേ. ഇവിടെ ട്രൂ ആണെങ്കിൽ ട്രൂവിൽ കളർ കൊടുക്കുക, ഫോൾസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ ബോക്സിൽ കളർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്? ദിൽന ആൻഡ് ഐസക് വർ പ്ലേയിങ് ഇൻ ദ ലിവിങ് റൂം. ദിൽനയും ഐസക്കും കൂടി എവിടെ നിന്ന് കളിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്? യെസ്, ലിവിങ് റൂമിലല്ലേ. അവർ ലിവിങ് റൂമിൽ നിന്നായിരുന്നോ കളിച്ചിരുന്നത്? അല്ല, അവർ ബാക്ക് യാർഡിലാണ് അല്ലേ. വീടിൻ്റെ പുറകു വശത്തു നിന്നല്ലേ കളിച്ചിരുന്നത്. യെസ്, അപ്പം ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഇത് ശരിയാണോ? അല്ല. അപ്പം ഇതെന്താണ്? തെറ്റാണ്, ഫോൾസ് ആണല്ലേ. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഫോൾസ് ആണ്. യെസ്, നമുക്കിവിടെ കളർ ചെയ്ത് കൊടുക്കാം. ദെൻ ദ ഫയർമാൻ ഗേവ് ദിൽനാസ് മദർ സം വാട്ടർ ടു വേക്ക് ഹെർ ഹെൽപ്പ്. ദിൽനയുടെ അമ്മയ്ക്ക് എന്താണ് ദിൽനയുടെ അമ്മേനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഫയർമാൻ അവർക്ക് വെള്ളം കൊടുത്തു. വെള്ളമാണോ കൊടുത്തത് കൂട്ടുകാരെ? അല്ലല്ലേ, ഫസ്റ്റ് എയ്ഡ് ആണല്ലേ നൽകിയത്. അപ്പോൾ ഇതും എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ മദർ. ദിൽന അവളുടെ അമ്മയോടൊപ്പം കളിച്ചിരുന്ന ഗെയിം ഓർത്തു എന്നാണല്ലേ പറയുന്നത്. അമ്മയോടൊപ്പമാണോ? അല്ലല്ലോ, ഗ്രാൻഡ് മദറിനോടൊപ്പമല്ലേ. അപ്പം അതും എന്താണ്? ഫോൾസ് ആണ്. അപ്പം അതും തെറ്റാണ്.
Then Dilna was invited to the fire station to receive an award. അത് ശരിയാണല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ കളർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. Then Dilna overcome the emergency situation based on her past experience. എക്സ്പീരിയൻസ് അതായത് പണ്ട് നടന്ന ആ എക്സ്പീരിയൻസ് അനുഭവത്തിൻ്റെ ഇതിൽ അവൾ എന്താണ് അവളുടെ എമർജൻസി സിറ്റുവേഷൻ ഓവർകം ചെയ്തു. അതും എന്താണ് കൂട്ടുകാരെ ശരിയാണല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ കളർ ചെയ്യാവുന്നതാണ്. ഇനി എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, കറക്റ്റ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ തെറ്റായി കൊടുത്തിട്ടില്ല, സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ശരിയാക്കി നമ്മളോട് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം? യെസ്, ഏതാണ് ഫസ്റ്റ് സെൻറ്റൻസ് എന്തായിരുന്നു? അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, ഇവിടെ ശരിയാക്കി എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങളും ഓരോ സെൻറ്റൻസും എടുത്ത് ശരിയായി എഴുതുക. ഓക്കെ, ദെൻ ലെറ്റ്സ് റീഡ് എ നോട്ടീസ്. ഹോണറിങ് അവർ ലിറ്റിൽ ഹീറോ GLPS ശ്രീപുരം ഓൺ 12 January 2025 at 2 PM ഇനി സ്കൂൾ ഓഡിറ്റോറിയം അല്ലേ, ഇത്രയും കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ദെൻ നോക്കൂ, ഡിയർ ഫ്രണ്ട്സ്, വി ആർ ഹാപ്പി ടു ഇൻവൈറ്റ് യു ടു എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഹോണർ ശ്രുതി, ദ റെസിപ്പിയൻറ്റ് ഓഫ് ദ ഉജ്ജ്വല ബാല്യം അവാർഡ് for developing a learning app for self-study. The program will be inaugurated by the Honorable Minister for Education. All are welcome to the program. Headmaster GLPS ശ്രീപുരം 1st January 2025. അല്ലേ, ഇപ്പോൾ ഒരു നോട്ടീസ് ആണല്ലേ നൽകിയിട്ടുള്ളത്. വാട്ട് ഈസ് ദ നോട്ടീസ് അബൌട്ട്? എന്തിനെ കുറിച്ചുള്ള നോട്ടീസ് ആയിരുന്നു കൂട്ടുകാരെ ഇത്? യെസ്, ഹോണറിങ് അവർ ലിറ്റിൽ ഹീറോ. What is the title of the program? Yes, honoring our little hero. അല്ലേ, where is the program going to be held? എവിടെയാണ് നടക്കുന്നത്? വെന്യൂ എന്ന് പറയുന്നത് സ്കൂൾ ഓഡിറ്റോറിയം ആണല്ലേ. Then when is the program going to be held? എപ്പോഴാണ്? യെസ്, on 12th January 2025 at 2 PM ആണല്ലേ. Then who will inaugurate program? ആരാണ് ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നത്? നോക്കൂ, ഹോണറബിൾ മിനിസ്റ്റർ ആണല്ലേ, ഹോണറബിൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ. ഓക്കെ, ദെൻ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരെ? ദിൽന ബിക്കെയിം എ ഹീറോ. ദിൽന എന്താണ് ഹീറോയി മാറിയല്ലേ? ഷി വാസ് ഇൻവൈറ്റഡ് ടു ചെറുവാപ്പടി ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. അപ്പോൾ അവളെ എന്താണ് ഇൻവൈറ്റ് ചെയ്യുകയാണല്ലേ ഫയർ സ്റ്റേഷനിലേക്ക്, ചെറുവാപ്പടി ഫയർ സ്റ്റേഷനിലേക്ക് ഒരു അവാർഡ് റിസീവ് ചെയ്യുന്നതിന് വേണ്ടി അവളെ ഇൻവൈറ്റ് ചെയ്തു. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസ് നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വെന്യൂ ചെറുവാപ്പടി ഫയർ സ്റ്റേഷൻ ഹാൾ, ഡേറ്റ് 10 July 2025, ടൈം 10 AM, ചീഫ് ഗസ്റ്റ് ഡിസ്ട്രിക്ട് കളക്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, നോട്ടീസ് തയ്യാറാക്കാമല്ലേ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ കൊടുക്കേണ്ടത് നോട്ടീസിന്? യെസ്, ഒരു ടൈറ്റിൽ കൊടുക്കണമല്ലേ. ഓക്കെ, നമുക്ക് ടൈറ്റിൽ എഴുതാം. സെലിബ്രേറ്റിംഗ് ദിൽനാസ് ബ്രേവറി, ചെറുവപ്പടി ഫയർ സ്റ്റേഷൻ. ദെൻ ഡേറ്റ് കൊടുക്കാമല്ലേ. ഡേറ്റ് ഒക്കെ നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ടല്ലേ. ഡേറ്റ് 10 July 2025, ദെൻ ടൈം 10 AM. ന്യൂ ഏതാണ് കൂട്ടുകാരെ? യെസ്, ചെറുവപ്പടി ഫയർ സ്റ്റേഷൻ ഹാൾ. ദെൻ നെക്സ്റ്റ് നമുക്ക് എഴുതാം, ഡിയർ ഫ്രണ്ട്, ജോയിൻ ആസ് വി സെലിബ്രേറ്റ് ദിൽന, എ ട്രൂ ഹീറോ. ഷി വിൽ ബി റിസീവിംഗ് ആൻ അവാർഡ് ഫോർ ഹെർ ബ്രേവ് ആക്ഷൻസ്. ദ ഡിസ്ട്രിക്ട് കളക്ടർ വിൽ ബി അവർ ചീഫ് ഗസ്റ്റ്. ദെൻ ഓൾ ആർ വെൽക്കം. ഫയർ സ്റ്റേഷൻ ഓഫീസർ, ചെറുവപ്പടി 1st July 2025. നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം? ഒരു ഡയറി എൻട്രി എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നോട്ടീസ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ബോക്സൊക്കെ വരച്ച് നോട്ടീസ് എഴുതുക. നിങ്ങൾക്ക് ചിത്രമൊക്കെ വരയ്ക്കാൻ അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നോട്ടീസ് ചിത്രമൊക്കെ വരച്ച് മനോഹരമാക്കാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. ദ ഫയർമാൻ ഹെൽപ്ഡ് ദിൽനാസ് മദർ വേക്കപ്പ്. എന്താണ്? ദിൽനയുടെ അമ്മയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ആരൊക്കെ സഹായിച്ചത്? ഫയർമാൻമാർ സഹായിച്ചല്ലേ. ദിൽന വിഷ് ടു തിങ്ക് ദം. അപ്പോൾ ദിൽനയ്ക്ക് എന്താണ്? അവരോട് നന്ദി പറയാനെന്ന് ആഗ്രഹമുണ്ട് അല്ലേ. ഷീ മെയ്ഡ് എ കോൾ ടു ദ ഫയർ സ്റ്റേഷൻ. അങ്ങനെ അവൾ എന്ത് ചെയ്യാണ്? ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. ഇനാക്ട് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ദ ലേഡി ഓഫീസർ ഇൻ ദ ക്ലാസ്. ദ റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ദ ഓഫീസർ. അപ്പോൾ ദിൽനയും ഓഫീസറും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മളോട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഹലോ മാഡം, ഐ ആം ദിൽന കോളിംഗ് ഫ്രം ചെറുവപ്പടി. അപ്പോൾ ദിൽന പറയാണ്, ഹലോ മാഡം, ഐ ആം ദിൽന കോളിംഗ് ഫ്രം ചെറുവപ്പടി. അപ്പോൾ എന്താ ലേഡി ഓഫീസർ എന്താ പറയുന്നത്? യെസ്, ഓ റിമെമ്പർ, ഹൗ ആർ യു ദിൽന. ദെൻ എന്താ പറയുന്നത് നോക്കൂ കൂട്ടുകാരെ. ദിൽന എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? അപ്പോൾ ദിൽന ചോദിക്കുകയാണ്, യെസ് ഐ ആം ഫൈൻ. ദെൻ എന്താ ചോദിക്കുന്നത്? ഐ ആം ഫൈൻ മാഡം. ദെൻ ഓഫീസർ പറയാണ്, വാട്ട് അബൌട്ട് യുവർ മദർ, ഈസ് ഷീ ഓക്കെ. അപ്പോൾ ഇതിൽ എന്താവും പറയുക? യെസ് മാഡം, ഷീ ഈസ് റൈറ്റ്,
ഷീ ഈസ് ഓൾ റൈറ്റ്, ഐ എം വെരി താങ്ക്ഫുൾ ടു യു. അപ്പോൾ ഓഫീസർ പറയാണ്, ഓ ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു ഹെൽപ്പ് അതേഴ്സ് ഇൻ എമർജൻസി സിറ്റുവേഷൻ. ഓ അത് ഞങ്ങളുടെ കടമയാണ്, എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങളെ സഹായിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണെന്ന് പറയുകയല്ലേ. അപ്പോൾ ദിൽന പറയാണ്, യെസ് മാഡം ഐ നോ, എനി വേ യു സേവ്ഡ് അവർ മദർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ദിൽന പറയണം, അതെനിക്കറിയാം, നിങ്ങൾ എങ്ങനെയായാലും എൻ്റെ അമ്മയെ രക്ഷിച്ചാലും നന്ദി എന്ന് പറയുകയാണല്ലേ. അപ്പോൾ ഓഫീസർ, ഓക്കെ യു ആർ വെൽക്കം, ബൈ. ദെൻ ദിൽന ലാസ്റ്റ് ബൈ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ദെൻ അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഹിയർ ആർ സം പിക്ചേഴ്സ് വിത്ത് സം എമർജൻസി സിറ്റുവേഷൻ, ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 4 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ സിറ്റുവേഷനും നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ വാട്ട് ആർ ദ സം അതർ എമർജൻസി സിറ്റുവേഷൻ വി മൈറ്റ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്, റൈറ്റ് ദം ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതുപോലെ തന്നെയുള്ള എമർജൻസി സിറ്റുവേഷൻ നമ്മളും അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ലേ? യെസ്, അവ നമ്മളോട് എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നു, നോക്കൂ. ഫസ്റ്റ് എന്താണ് നമുക്ക് കാണാനുള്ളത്? യെസ്, ഒരു ബോംബ് ബ്ലാസ്റ്റിൻ്റെ ചിത്രമാണ്. നെക്സ്റ്റ് എന്താണ്? ആക്സിഡൻ്റ് ആണ്. ദെൻ തേർഡ് വൺ എന്താണ്? ഫയർ ഇൻ ബിൽഡിംഗ്. ദെൻ ഒരാൾ വെള്ളത്തിൽ വീഴുന്നതാണ് അല്ലേ, ഫോൾ ഇൻ വാട്ടർ. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ, വാട്ട് ആർ സം അതർ എമർജൻസി സിറ്റുവേഷൻ വെർ മൈഡ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്, റൈറ്റ് ദം ബിലോ. ഏതൊക്കെ നമുക്ക് എഴുതാം? ഫ്ലഡ് എഴുതാം, എർത്ത് കേക്ക് എഴുതാം, വൈൽഡ് ഫയർ കാട്ടുതീവൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് അല്ലേ. ഓക്കെ, കൂട്ടുകാർക്ക് അറിയാവുന്നതും കൂടുതൽ എഴുതുമല്ലോ. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 6 നോക്കിയാലോ നമുക്ക്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് കെയർഫുള്ളി. നമുക്ക് ഇവിടെ താഴെ 2 സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ദിൽന ആൻഡ് ഹെർ ബ്രദർ വെർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്, ഷീ റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺ ഇറ്റ്. ഇവിടെ നോക്കൂ, 3 വേർഡ്സിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ദിൽന, ബാക്ക് യാർഡ്, ഡോർ. look at the words underlined, they are naming words. ഇവയെ നമ്മൾ എന്താ പറയുന്നത്? യെസ്, നെയിമിംഗ് വേർഡ്സ് എന്നാണല്ലേ പറയുന്നത്. ഈ വേർഡ്സിനെയൊക്കെ എന്താണ്? നെയിമിംഗ് വേർഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കൂട്ടുകാർ ഈ നെയിമിംഗ് വേർഡ്സ് എന്നാൽ? യെസ്, നെയിമിംഗ് വേർഡ്സ് ആർ ദ നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസസ്, ആനിമൽസ് ആൻഡ് തിങ്സ്. എന്താണ് നെയിമിംഗ് വേർഡ്സ്? പീപ്പിളിൻ്റെയും ജനങ്ങളുടെയും അതുപോലെ സ്ഥലങ്ങളുടെയും ആനിമൽസിൻ്റെയും തിങ്സിൻ്റെയൊക്കെ നെയിംസിന് പറയുന്നതാണ് എന്ത്? യെസ്, നെയിമിംഗ് വേർഡ്സ് എന്നല്ലേ. ഫൈൻഡ് ഔട്ട് മോർ നെയിമിംഗ് വേർഡ്സ് ഫ്രം സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഹിയർ. അപ്പോൾ കൂട്ടുകാരെ എന്ത് ചെയ്യുക? ഇതുപോലെ കൂടുതൽ നെയിമിംഗ് വേർഡ്സ് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, അവാർഡ്, ഫോൺ, കുക്കീസ്, പ്ലേറ്റ്, ടേബിൾ, തിങ്സ് ഒക്കെ എന്താണ്? നെയിമിംഗ് വേർഡ്സ് അല്ലേ. നെക്സ്റ്റ് നമുക്ക് എഴുതാം ചെറുവപ്പടി, ഫയർ സ്റ്റേഷൻ, ഇതൊക്കെ പ്ലേസസ് ആണല്ലേ. അപ്പോൾ ഇവയെ എന്ത് തന്നെയാണ്? നെയിമിംഗ് വേർഡ്സ് ആണ്. ദെൻ ബ്രദർ, മദർ, ഗ്രാൻഡ് മദർ, ഫയർമാൻ, ലേഡി ഓഫീസർ, അവയൊക്കെ എന്താണ് കൂട്ടുകാരെ? യെസ്, നെയിമിംഗ് വേർഡ്സ് ആണ് അല്ലേ. അപ്പോൾ കൂടുതൽ കൂട്ടുകാർ കണ്ടെത്തി എഴുതുമല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആക്ഷൻ വേർഡ്സ്. ആക്ഷൻ വേർഡ് ഉപയോഗിച്ച് നമ്മളോട് വിട്ടുപോയത് പൂരിപ്പിക്കാനാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ദിൽന എന്ത് ചെയ്യുകയാണ് കൂട്ടുകാരെ? ദിൽന ഈസ് സ്കിപ്പിംഗ് ആണല്ലേ. ദിൽന ഈസ് സ്കിപ്പിംഗ്. ദെൻ ഐസക് ഈസ് മരത്തിന് മുകളിലേക്ക് കയറുകയാണ് അല്ലേ. അപ്പോൾ അതിനെന്താ പറയുക? ഐസക് ഈസ് ക്ലൈംബിംഗ് ദ ട്രീ. ദെൻ ദിൽന ഈസ് റീഡിംഗ് ദ ബുക്ക്. ദെൻ ദേ ആർ റണ്ണിങ് ഫാസ്റ്റ്. അവർ സ്പീഡിൽ ഓടുകയാണ് അല്ലേ. ദേ ആർ റണ്ണിങ് ഫാസ്റ്റ്. ദേ ആർ വാച്ചിങ് ദ TV. ദെൻ ലാസ്റ്റ്, യെസ്, ദേ ആർ പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്. എളുപ്പമല്ലേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആക്ഷൻ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് ആർ ജംബിൾ, അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ. എന്താണ് ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്ന സ്റ്റോറിയിലെ ഇവൻറ്റ്സ് ആണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അതെങ്ങനെയാണ് നൽകിയിട്ടുള്ളത്? യെസ്, ജംബിൾഡ് ഓർഡറിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇവൻറ്റ്സിനെ അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവൻറ്റ്സ് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ദിൽന റഷ്ഡ് ടു ഹെർ മദർ ആൻഡ് ഷുക്ക് ഹെർ ജെൻലി. ദിൽന വേഗം അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് അവരെന്ത് ചെയ്യാണ്? പതുക്കെ കുലുക്കുകയാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ, 2 ഫയർമാൻ റഷ്ഡ് ഇൻ ടു ദ ഹൗസ്. 2 ഫയർമാൻമാരെ എന്ത് ചെയ്യാണ്? വീടിനകത്തേക്ക് ഓടിച്ചെന്നു. ഷി റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. അവൾ എന്ത് ചെയ്യാണ്? 101ലേക്ക് ഓടിച്ചെന്ന് ഫോൺ എടുത്ത് 102ലേക്ക് വിളിച്ചു. ദെൻ ദ മദർ സ്മൈൽ അറ്റ് ദ ഫയർമാൻ ആൻഡ് ടാഗ്ഡ് ദം.
മദർ എന്ത് ചെയ്യാണ് ആ ഫയർമാൻമാരെ നോക്കി ചിരിച്ചിട്ട് താങ്ക്സ് പറഞ്ഞല്ലേ. ദെൻ ദിൽന ഹർ ലിറ്റിൽ ബ്രദർ വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. ദിൽനയും ലിറ്റിൽ ബ്രദറും കൂടി ബാക്ക് യാർഡിൽ നിന്ന് കളിക്കുകയായിരുന്നു. ദെൻ സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. ദിൽന വാസ് ഇൻവൈറ്റ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. അപ്പോൾ ഇത്രയും സെൻറ്റൻസ് ആണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ജംബിൾഡ് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ശരിയായ ഓർഡറിൽ എഴുതണം. ഓക്കെ, ഫസ്റ്റ് ഏതായിരിക്കും കൂട്ടുകാരെ വരിക? യെസ്, ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. ദ നെക്സ്റ്റ് നമുക്ക് എഴുതാം, ദേ സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. Then third, Dilna rushed to her mother and shook her gently. Then fourth ഏതാണ്? She ran to the phone and dialed 101. Then two firemen rushed into the house. Then the mother smiled at the firemen and thanked them. Then Dilna was invited to the fire station to receive an award. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലെ ജംബിൾഡ് ഓർഡറിലായിട്ടുള്ളത് എന്ത് ചെയ്യുക? ശരിയായ രീതിയിൽ എഴുതുക. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.